നാണമില്ലാത്തവൻ്റെ ആസനത്തിൽ ആലുമുളച്ചാൽ അതും തണലായിക്കൊണ്ട് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി. നാണം കെട്ടാലും വേണ്ടില്ല, പണം വരട്ടെ എന്ന് പറയുമ്പോൾ കാട്ടുകൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാരും ദേവസ്വം വകുപ്പുമാണ് കേരളം ഇന്ന് ഭരിക്കുന്നത്. ശബരിമല ദ്വാരപാലക ശില്പത്തിൽ ചാർത്തിയ തങ്കപ്പാളി വിഷയം ഇന്ന് കേരളത്തിൽ ഉയർന്നു വരുമ്പോൾ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും കള്ളക്കളിയാണ് തെളിയുന്നത്. ഒരു പകൽക്കൊള്ളയുടെ ദുരൂഹത വെളിവാകുമ്പോൾ ഏതൊക്കെ നേതാക്കൾ പെടും എന്നതാണ് കേരളം ഇനി കാത്തിരിക്കുന്നത്. അമ്പലം വിഴുങ്ങികളായ ഉദ്യോഗസ്ഥരും സർക്കാരും നടത്തിയ ഗൂഢാലോചന വെളിയിൽ വരുത്തുമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് നിയമസഭയിൽ പറഞ്ഞത്. പ്രതിപക്ഷത്തിൻ്റെ ബഹളം കാരണം സഭ നിർത്തിവെക്കുകവരെ ഉണ്ടായി. വൻ പ്രതിഷേധമായിരുന്നു ഇന്ന് സഭ ചേർന്നപ്പോൾ മുതൽ ഉയർന്നത്. ഭഗവാന്റെ വിഗ്രഹത്തിന് പോലും രക്ഷയില്ലാത്ത ഭരണകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നീതിയും നിയമവും നിഷേധിക്കുന്ന ഇക്കാലത്ത് ആരും സുരക്ഷിതരല്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. 1251 ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളത്. ഇതിൽ 51 ക്ഷേത്രങ്ങൾ മാത്രമാണ് സാമ്പത്തികമായി സ്വയം പര്യാപ്തത ആയിട്ടുള്ളത്. ബാക്കിയുള്ള ക്ഷേത്രങ്ങളെല്ലാം അയ്യപ്പൻ്റെ കാരുണ്യത്താലാണ് നടന്നു പോകുന്നത്. 1998 വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് 30.3 കിലോ തനി തങ്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക അനുമതി നേടി സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത് ശബരിമലയ്ക്ക് നൽകിയത്. അതിൽ നിന്നും ഇപ്പോൾ ഏകദേശം 5 കിലോ തങ്കമാണ് കാണാതായിരിക്കുന്നത്. പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന രീതിയിൽ പല ദിക്കിൽ നിന്നും വിരൽ ചൂണ്ടുമ്പോഴും യഥാർത്ഥ പ്രതികൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് അരങ്ങിലെ കളി കണ്ട് യാതൊരു വേവലാതിയും കൂടാതെ ആസ്വദിക്കുകയാണ്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിഷ്കളങ്കനല്ല എന്നും ഇന്ന് ഹൈക്കോടതി പറയുകയുണ്ടായി. ഉന്നതരായ ആളുകളുടെ ബിനാമിയായി പോറ്റി ഇടനില നിന്നു എന്നതാണ് പ്രതിപക്ഷം പറയുന്നത്. ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ച ചെമ്പുപാളിയായിരുന്നു എന്നാണ് കമ്പനി പറയുന്നത്. ദ്വാരപാലക ശില്പം കവർ ചെയ്യുന്നതിനുള്ള ചെമ്പുപാളിയിൽ സ്വർണം പൂശിയിരുന്നില്ല എന്നും അവർ തറപ്പിച്ച് പറയുന്നു. ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് നടത്തിയ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ എത്തുകയുണ്ടായി. ഗുരുതര കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോഴിതാ ഹൈക്കോടതി ഒരു അന്വേഷണ കമ്മീഷനെ തന്നെ നിയമിച്ചു കഴിഞ്ഞു. സംഘത്തിൽ 5 അംഗങ്ങളാണ് ഉള്ളത്. ഗൂഢാലോചനയുടെ തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദ്വാരപാലക ശില്പത്തിൽ ഉണ്ടായിരുന്നത് 5 കിലോ തങ്കമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചത് 394 ഗ്രാം സ്വർണം മാത്രം. പോറ്റി പത്മകുമാറിന് അയച്ച ഇമെയിലിൽ നിർണായക തെളിവ് കണ്ടെത്തുകയായിരുന്നു അന്വേഷണ സംഘം. ഇതിൽ സർക്കാരിനും CPM നേതാക്കളും കൈകഴുകി ശുദ്ധരാകാമെന്ന് കരുതണ്ട എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അമ്പലം വിഴുങ്ങികളുടെ യഥാർത്ഥ മുഖം ഉടൻ വെളിവാകുമെന്നും അവർ തറപ്പിച്ച് പറയുന്നു. ഇങ്ങനെ പോയാൽ ഇവരുടെ കാലാവധി കഴിയുന്നതിന് മുന്നേ ശബരിമലയിലിരിക്കുന്ന അയ്യപ്പ വിഗ്രഹം AKG സെൻറ്ററിൽ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. കേരളം ഇന്ന് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കഴിഞ്ഞു. സ്വർണ്ണപ്പാളി വിവാദവും ബ്രൂവറി വിവാദവും പിണറായിയുടെ മകളുടെ എക്സാലോജിക്ക് അഴിമതിയും കൊറോണ കാലത്തെ കൊറോണ സാമഗ്രി അഴിമതിയും തുടങ്ങി എന്തിനേറെ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് കൈയിട്ട് വാരിയ ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്ന് ചുരുക്കം. ചെപ്പടി വിദ്യകൾ കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഈ സർക്കാർ ഉടനീളം ശ്രമിച്ചിട്ടുള്ളതും. സ്വർണ്ണക്കടത്തിൽ ആരോപണ വിധേയനായ ഒരു മുഖ്യമന്ത്രിയുടെ മൂക്കിന് മുന്നിൽ നടന്ന ഈ കൊള്ള മുഖ്യമന്ത്രി അറിഞ്ഞിട്ടേയില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരല്ല അരിയാഹാരം കഴിക്കുന്ന കേരള സമൂഹമെന്ന് ഓർത്താൽ നന്ന്. അഴിമതിയും ദൂർത്തും സ്വജനപക്ഷപാതവും വിലക്കയറ്റവും കൊണ്ട് കേരളത്തെ മുച്ചൂടും മുടിച്ചു ഭരിക്കുന്ന പിണറായി സർക്കാർ സാധാരണക്കാരൻ്റെ വേദന കാണാതെ ദുരിതക്കയത്തിൽ ആക്കുകയാണ്. ഈ വർഷം നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും അടുത്ത കൊല്ലം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും മുന്നിൽ നിൽക്കുമ്പോഴാണ് അയ്യപ്പൻ്റെ മുതല പോലും കട്ടുമുടിക്കുന്നത് എന്നത് CPM-നും LDF-നും എത്രത്തോളം പ്രഹരശേഷി സമ്മാനിക്കുമെന്നത് കേരളം കഴിഞ്ഞ 2019 കണ്ടതാണ്. സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ മറവിൽ വിശ്വാസികളുടെയും കേരള ജനതയുടെ തന്നെ ഹൃദയത്തിൽ കത്തി കയറ്റി 2 വനിതകളെ ശബരിമലയിൽ കയറ്റിയ സർക്കാരാണ് പിണറായി സർക്കാർ. അതിന് CPM-ഉം LDF-ഉം കൊടുത്ത വില നമ്മൾ കണ്ടതാണ്. അത്തരമൊരു ഭീകര തിരിച്ചടികൾ ഉണ്ടായിട്ടും തങ്ങൾക്കെതിരെ വരുന്ന ആരോപണം പാർട്ടി ശിക്ഷിക്കുമെന്ന് പറഞ്ഞ നിയമവ്യവസ്ഥയെ പോലും ചോദ്യം ചെയ്യുന്ന ഇക്കൂട്ടർ ഇപ്പോൾ മൂന്നാമതും ഭരണത്തിലെത്തുമെന്ന് പറഞ്ഞ് ദിനം പ്രതി അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ മാത്രമാണോ പ്രതികൾ? അല്ലെന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ കഴിയും.
ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ നൽകിയ NSSും SNDPക്കും ഒരർത്ഥത്തിൽ ഈ കൊള്ളയ്ക്ക് പിന്നിലുള്ള പ്രതികൾ തന്നെയെന്ന് നമുക്ക് തറപ്പിക്കാം. NSSനും SNDPക്കും എന്നതുപോലെ മറ്റ് ഹിന്ദു സാമുദായിക സംഘടനകൾക്കും ഒരു മിണ്ടാട്ടവുമില്ല ഇപ്പോൾ. ഗ്രൗണ്ട് സീറോ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഇലക്ഷൻ സർവേയിൽ ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നതും. ജനങ്ങൾ എത്രയും പെട്ടെന്ന് പിണറായി വിജയന് ടാറ്റ ബൈ ബൈ പറയുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. മനുഷ്യർക്ക് മറ്റ് പരിമിതികൾ ഏറെയുണ്ട്. ഇത്തരം കാട്ടുകൊള്ളക്കാരെ തടുക്കുവാൻ ഏറെ ബലഹീനരായ ജനത്തിന് കഴിയില്ല എന്നതുകൊണ്ട് തന്നെ അയ്യൻ്റെ മുതൽ അയ്യൻ തന്നെ കാത്തുകൊള്ളുമെന്നാണ് ഭൂരിപക്ഷത്തിൻ്റെ വിശ്വാസം. അവർക്കിനി ഒരു നിമന്ത്രണം മാത്രം, മുഷ്ടി ചുരുട്ടിയല്ല, കൈകൾ കൂപ്പി സ്വാമിയേ ശരണമയ്യപ്പ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.